മുട്ടക്കറി ഉണ്ടാക്കാൻ വെറും 5 മിനിറ്റ് മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നല്ല പഴുത്ത പുളി പിഴിഞ്ഞ് വെച്ചിട്ടുള്ള മുട്ടക്കറിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉലുവ ഒന്ന് അങ്ങ് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത്, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുക. ഒന്നിച്ചങ്ങ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് വഴറ്റിയെടുക്കണം. കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തോളൂ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ലൈറ്റായിട്ടൊന്ന് കളറ് മാറി വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇത് മൂന്നും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടുണ്ടല്ലോ നന്നായിട്ട് തന്നെ ആ റോസ് സ്മെല്ല് മാറുന്ന വരെ ഒന്ന് അങ്ങ് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പഴുത്ത പുളി പിഴിഞ്ഞ വെള്ളമാണ് കേട്ടോ. അതങ്ങ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് അങ്ങ് തിളച്ച് വരട്ടെ കേട്ടോ. അതിനുശേഷം ഞാനിതാ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട നമ്മൾ പുഴുങ്ങിയൊന്നുമല്ല, അതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ 2 മുട്ട ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാതെ തിളച്ച് ഒന്ന് അങ്ങ് ജസ്റ്റ് വെന്ത് വരുന്ന സമയത്ത് ഞാനിതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പശുവിൻ പാൽ ചേർത്ത് കൊടുക്കാം, തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പശുവിൻ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നങ്ങ് ഇളക്കി നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ മുട്ടക്കറി റെഡിയായി. അപ്പോൾ ഒട്ടും ടെൻഷൻ വേണ്ട, പിരിഞ്ഞു പോവോ പാലൊഴിച്ചാലെന്നൊന്നുള്ള അടിപൊളി ടേസ്റ്റാണ്. പത്തിരിയുടെ കൂടെയും പൊറോട്ടയുടെ അപ്പത്തിൻ്റെ ഒക്കെ കൂടെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.